UK അല്ലെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം. എത്ര വലിയ സെറ്റ് ബാറ്റ്സ്മാൻ ആണെങ്കിലും നല്ലൊരു ഇൻസ്വിംഗറോ നല്ലൊരു ഔട്ട് സ്വിംഗറോ മതി വിക്കറ്റ് തെറിപ്പിക്കാൻ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ UK പഠിക്കാൻ പോയി വിക്കറ്റ് തെറിച്ചവര് നല്ല പോലെ നെഗറ്റിവിറ്റി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒഴുകുകയാണ്. സോ എന്താണ് ഇതിന്റെ റിയാലിറ്റി? നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? സോ വെൽക്കം ടു ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ UK പഠിക്കാൻ പോകുന്നതിന്റെയും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു റിയാലിറ്റി ചെക്കാണ് നടത്തുന്നത്. അവിടെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫാക്ട്സ് ബേസ് ചെയ്ത് നമുക്ക് വൺ ബൈ വൺ പോയിന്റ് ബേസ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാം. സോ പോയിന്റ് നമ്പർ 1, പാർട്ട് ടൈം ജോബ്സ്. എന്താണ് പാർട്ട് ടൈം ജോബ്സിന്റെ റിയാലിറ്റി? കഴിഞ്ഞ ഒരു വർഷം മാത്രം UK പഠിക്കാൻ വേണ്ടി എത്തിയ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണം 6.95 lakhs ആണ്. സോ ഇത്രയും സ്റ്റുഡൻസ് UK വന്നപ്പോൾ കുറെ അധികം പാർട്ട് ടൈം ജോബ്സ് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഡിസംബറോടുകൂടി സ്പൗസ് അല്ലെ ഡിപ്പെൻഡന്റ് വിസ നിർത്തലാക്കി. സോ ആ ഡിസംബറിനുള്ളിൽ മാക്സിമം ഡിപ്പെൻഡൻസും അവിടെ എത്തി. അതിനോടൊപ്പം തന്നെ റെഫ്യൂജീസ്, കെയർ ഗീവേഴ്സ് ഇങ്ങനെയുള്ള കാറ്റഗറീസും എത്തിയപ്പോഴത്തേക്ക് സ്റ്റുഡൻസിന് കിട്ടാൻ സാധ്യതയുള്ള ഒത്തിരി പാർട്ട് ടൈം ജോബ്സ് നഷ്ടമായി. അറ്റ് ദ സെയിം ടൈം AI അതിനുള്ള കോൺട്രിബ്യൂട്ടറായി. റോബോട്ടിക്സിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. സോ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെ കുറെ അധികം ഏരിയാസിൽ പാർട്ട് ടൈം ജോബ്സിന്റെ ക്ഷാമം നേരിട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. ബട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ UK പാർട്ട് ടൈം ജോബ് കിട്ടാത്തതായിട്ടുള്ള സ്റ്റുഡൻസ് വളരെ റെയറാണ്. അവര് സ്വന്തം എക്സ്പെൻസിന് മാത്രമല്ല അത്യാവശ്യം സേവും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏകദേശം 25-ൽ പരം സ്റ്റുഡൻസുമായിട്ട് ഞാൻ ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം തന്നെ ബാക്കി കൺസൾട്ടൻസിയിൽ നിന്ന് പോയ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കും ഞാൻ ചോദിച്ചറിയാതെ ഉണ്ടായി. മോറുള്ള സിമിലർ ഫീഡ്ബാക്സ് ആണ് അവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് UK അക്കോമഡേഷനെ കുറിച്ചാണ്. ശരിയാണ്, ഇത്രയധികം സ്റ്റുഡൻസും അവരുടെ ഡിപ്പെൻഡൻസും റെഫ്യൂജീസും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് UK അക്കോമഡേഷന്റെ അവൈലബിലിറ്റി നന്നായിട്ട് കുറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ഇതിന്റെയൊക്കെ റെന്റും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ബട്ട് കമ്മിങ് ടു 2024 ഇപ്പൊ മോറോർലെസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ശരിയാണ്, അക്കോമഡേഷന്റെ റേറ്റ് ചിലയിടത്ത് കൂടുതലുണ്ട്. ബട്ട് അക്കോമഡേഷൻസ് ഈസിലി അവൈലബിൾ ആണ്. ഇതുവരെ പോയിട്ടുള്ള ഈ 2024 പോയിട്ടുള്ള ഒരു സ്റ്റുഡന്റും അക്കോമഡേഷന് ബുദ്ധിമുട്ടുള്ളതായിട്ട് എന്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഞാനിത് ഒത്തിരി ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അവരുടെ ആരുടെയും സ്റ്റുഡൻസിന് അക്കോമഡേഷൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോയിന്റ് നമ്പർ 3 നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പെൻസസ് ആണ്. ശരിയാണ്, എക്സ്പെൻസസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കുക, എക്സ്പെൻസസ് കൂടാത്ത ഏത് രാജ്യമാണ് ഈ വേൾഡിലുള്ളത്? നമ്മുടെ ഇവിടെ കൂട്ടിയിട്ടില്ലേ? 1 കിലോ അരിക്ക് എന്താണ് ഇപ്പൊ വില? 1 കിലോ വെളുത്തുള്ളിക്ക് എന്താണ് വില? അവിടെ ഇത് കൂടിയപ്പോൾ പൗണ്ടിലാണ് കൂടിയത്. സോ അത് നല്ലൊരു ഗണ്യമായിട്ടുള്ള ഒരു വർധനമായിട്ട് തോന്നുകയും ചെയ്യും. ബട്ട് ഓൺ ദ അതർ സൈഡ് അവിടുത്തെ മിനിമം വേജും കൂടി. 10.42 നിന്ന് 11.44 ആയിട്ട് മിനിമം വേജ് അല്ലെ നാഷണൽ ലിവിംഗ് വേജ് ഇൻക്രീസ് ചെയ്യുകയുണ്ടായി. സോ ഒരു തരത്തിൽ ഒരു സൈഡിൽ ഇൻക്രീസ് ഉണ്ടായപ്പോൾ, ലിവിംഗ് എക്സ്പെൻസിൽ ഇൻക്രീസ് ഉണ്ടായപ്പോൾ, ഒരു സൈഡിൽ നമ്മുടെ ഏർണിങ്സിലും അതിന് ആനുപാതികമായിട്ടൊരു വർധന ഉണ്ടാവാനുള്ള സാഹചര്യം UK ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. നാലാമതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പൗസ് വിസ. അതെ, UK കഴിഞ്ഞ ഡിസംബറോടുകൂടി സ്പൗസ് വിസ നിർത്തലാക്കി. ഇതെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ബട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UK ക്രമാതീതമായിട്ട് ഇമിഗ്രേഷൻ കൂടുന്നു എന്ന് അവർ കണ്ടെത്തിയതിനെ തുടർന്ന് നെറ്റ് ഇമിഗ്രേഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ചെയ്ത നല്ലൊരു പദ്ധതിയാണിത്. കാരണം ഇവിടുന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സ്പൗസ് മാത്രമാണ് അല്ലെ കുട്ടികൾ മാത്രമാണ്. ബട്ട് മിക്ക ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും ഈ ഡിപ്പെൻഡൻസ് ആയിട്ട് തന്നെ വരുന്നവരുടെ എണ്ണം 10-ന് മേളിലാണ്. സോ ആ നമ്പർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് വളരെ ഹ്യൂജ് ആയിരിക്കും. സോ UK ആസ് എ കൺട്രി അവരുടെ എക്കണോമിയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വളരെ ഗൗരവമേറിയ ഒരു തീരുമാനമാണ് എടുത്തത്. സോ ഇൻ എ വേ അത് UK എക്കണോമിയുടെ നല്ലതിനു വേണ്ടിയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അക്കോർഡിംഗ് ടു യു. സോ പോയിന്റ് നമ്പർ 5, ഹെൽത്ത് സർചാർജ്. UK ഹെൽത്ത് സർചാർജ് നല്ല രീതിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം 624 പൗണ്ടിൽ നിന്നും 1035 പൗണ്ടിലേക്കാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. ഇനിയിപ്പോ സ്റ്റുഡൻസിന് 470 പൗണ്ടിൽ നിന്നും 776 പൗണ്ടിലേക്കാണ് നല്ലൊരു ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. സോ ഇത് നല്ലൊരു ഇൻക്രീസ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വേറെ രീതി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ തന്നെ മെഡിക്കൽ ഇൻഫ്ലേഷന്റെ റേറ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. സോ അപ്പോൾ ഡെവലപ്ഡ് കൺട്രിയുടെ മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ആനുപാതികമായിട്ടായിരിക്കും കൂടുക.
സോ അഗെയിൻ ഇറ്റ്സ് അപ് ടു യു, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. സിക്സ്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, സെനാരിയോ ഫുൾ ടൈം ജോബ്സ് ഇൻ UK. UK ഇപ്പോൾ ഒരു ഹയറിംഗ് സ്പ്രിന്റ് റേസിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും? ഇത് ഞാനല്ല പറയുന്നത്, UK ഒഫീഷ്യൽ ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലേ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ വീഡിയോയിൽ നമ്മൾ എവിഡൻസ് ബേസ്ഡ് ഫാക്ട്സ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക, നോ സ്കോപ്പ് ഫോർ ഇമോഷൻസ്. സോ ജൂൺ 2023 കണക്കുകൾ പ്രകാരം 3,21,101 പേർക്കാണ് UK ഗവൺമെന്റ് സ്കിൽഡ് വർക്കർ വിസാസ് കൊടുത്തിട്ടുള്ളത്, അതായത് ആ രാജ്യത്തിന് വെളിയിലുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് 45% 2022 കൂടുതലാണ്. ഇനി 2019 പ്രീ പാൻഡമിക് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2.5 ടൈംസ് ഇരട്ടിയാണ് ഈ ഹയറിംഗ് റേറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. UK ഈ കഴിഞ്ഞ April 4, 2024 തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ചേഞ്ചസ് പ്രകാരം സ്കിൽഡ് വർക്കേഴ്സിന് 26,000 പൗണ്ടിൽ നിന്നും 38,700 പൗണ്ടിലേക്കാണ് മിനിമം സാലറി ത്രഷോൾഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഇത് എന്നാൽ പഠിക്കാൻ പോയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ എൻട്രന്റ് കാറ്റഗറി വഴി ഈ സ്കിൽഡ് വർക്കറിന് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം 30,960 പൗണ്ട് ഉണ്ടെങ്കിലും ഓക്കെ ആണ്. സോ ഇതിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ അവനവന്റെ ചോയ്സ് പ്രകാരം എടുക്കാം. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നേഴ്സുമാർക്ക് മിനിമം സാലറി വേണം എന്ന് 20,000 മിനിമം സാലറി വേണമെന്ന് പറഞ്ഞ് ഇവിടെ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ മിനിമം സാലറി എവിടെ കൂടിയാലും അത് അത്രയും നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. ബട്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ്, they need, അതായത് UK need highly skilled graduates and the companies need to be ready to invest in them. അത് ആ പോയിന്റിൽ നിന്ന് വ്യക്തമാണ്. അതായത് UK ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെ മതി. അറ്റ് ദ സെയിം ടൈം കമ്പനീസ് അവരിൽ ഇൻവെസ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, നോ സ്കോപ്പ് ഫോർ ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ഗ്രാജ്. അതായത് ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. ആവറേജ് അല്ലെ ബിലോ ആവറേജ് സ്റ്റുഡൻസും സ്കില്ലില്ലാത്തവരെയും അവർക്ക് ആവശ്യമില്ല. പോയിന്റ് നമ്പർ 7, UK പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്റ്റുഡന്റിനും ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്. സോ ജമ്പിങ് ടു ദ 7th പോയിന്റ്, UK പഠിക്കാൻ പോയ സ്റ്റുഡൻസിന്റെ ശരിക്കുള്ള അവസ്ഥ എന്താണ്? ഒഫീഷ്യൽ സ്റ്റാറ്റ്സ് പ്രകാരം 10 തൊട്ട് 20% സ്റ്റുഡൻസ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സോ ഈ സ്റ്റുഡൻസ് എന്ത് ചെയ്തു? ഇതിനോടകം കെയർ ജോബ്സിലോ അല്ലെങ്കിൽ ഈസി ആയിട്ട് കിട്ടാവുന്ന മറ്റു പല ജോബ്സിലേക്കും അവർ പോവുകയുണ്ടായി. ഇപ്പോൾ അത് പോസിബിൾ അല്ല. ലേറ്റസ്റ്റ് വന്ന ചേഞ്ചസ് പ്രകാരം ഗ്രാജുവേറ്റഡ് ആയെങ്കിൽ മാത്രമേ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് മറ്റേതെങ്കിലും വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് തിങ്, മോർ ദാൻ 50% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽ ടു ഗെറ്റ് എ ജോബ് ഇൻ ദെയർ സെഗ്മെന്റ്. അതായത് പഠിക്കാൻ പോയ ഫീൽഡിലോ അതിന് റിലേറ്റഡ് ഫീൽഡിലോ 50%-ലധികം സ്റ്റുഡൻസിനും ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എന്താണ് ഈ സ്റ്റുഡൻസിന് സംഭവിച്ചത്? അവർക്ക് അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം എന്താണ്? സോ അതിന് 2 പേരാണ് ഉത്തരവാദികൾ. ഫസ്റ്റ്, ഈ സ്റ്റുഡൻസിനെ പഠിക്കാൻ വിട്ട കൺസൾട്ടൻസീസ് 1.5 പണിയാണ് അവർക്ക് കൊടുത്തത്. രണ്ടാമത്, ഈ സ്റ്റുഡൻസും കുറേയധികം മണ്ടത്തരങ്ങൾ ചെയ്യുകയുണ്ടായി. ഈ മിസ്റ്റേക്സുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനും ഈ അബദ്ധങ്ങൾ ഇനി ആർക്കും ഉണ്ടാവാണ്ടിരിക്കാനും ഈ വീഡിയോയുടെ പാർട്ട് 2ഉം പാർട്ട് 3ഉം തീർച്ചയായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ പാർട്ട് 2.